സഹോദരി, ക്രിസ്തുനാഥൻ മരണത്തിലൂടെ ജീവൻ പ്രാപിച്ച ഈ പരിപാവനമായ രാത്രിയിൽ സഭാമാതാവ് ലോകമെങ്ങുമുള്ള തന്റെ മക്കളെ ജാഗരമനുഷ്ഠിച്ച് അഥവാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുന്നു. ദൈവവചനം ശ്രവിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടി പെസഹായുടെ അഥവാ കടന്നുപോകലിന്റെ സ്മരണ നാം ആചരിക്കുന്നുവെങ്കിൽ അവിടുന്ന് മരണത്തിന്മേൽ നേടിയ വിജയത്തിൽ പങ്കുചേരുകയും അവിടത്തോടൊപ്പം ദൈവത്തിൽ ജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ വഴി വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ദിവ്യപ്രഭ ചൊരിയുന്ന തീനാളം കൊളുത്തി അങ്ങ് ഈ പുത്തൻ തീയെ വിശുദ്ധീകരിച്ചാലും ഈ പെസഹ മഹോത്സവം വഴി ഞങ്ങളിൽ സ്വർഗീയ അഭിലാഷങ്ങൾ പ്രജ്വലിപ്പിക്കണമേ. ദിവ്യ തേജവുമായ നിത്യമഹോത്സവത്തിൽ നിർമ്മല ഹൃദയരായി ഞങ്ങൾ വന്നണയുവാൻ കൃപയർലണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ക്രിസ്തു ഇന്നലെയും എന്നും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. കർത്താവായ ക്രിസ്തു തന്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൻ പ്രകാശം ക്രിസ്തുവിൻ പ്രകാശം തിരികെ
ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കാലാകാലങ്ങളായി ജനങ്ങളെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ദൈവം. ആ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നതാണ് ദൈവമേ, ഉയർപ്പിനാലും മഹത്വം ഈ പരമപരിശുദ്ധ രാത്രി പ്രകാശിപ്പിക്കുമല്ലോ. ദുഃഖത്തിന്റെ ചൈതന്യം അങ്ങേ സഭയിൽ ഉദ്ദീപിക്കണമേ. അങ്ങനെ ശരീരവും മനസ്സും നവീകരിക്കപ്പെട്ട് അവികലമായ ശുശ്രൂഷ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ ഇന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയ സഹോദരരെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അങ്ങനെ അവന്റെ മരണത്തോടെ നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോട് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാം പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിൽ സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിനും അവനോട് ഐക്യപ്പെട്ടവനായിരിക്കും. നാം ഇനി പാപത്തിന് അടിപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളു. കർത്താവിന്റെ വചനം.
ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെ കല്ലറുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവ് യേശുവിന്റെ ശരീരം അവർ കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ അന്വേഷിക്കുന്നതിന് അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിൽ ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുകയും. അപ്പോൾ അവർ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. മഗ്ദല മറിയവും യോഹന്നാനും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കേട്ടതുപോലെ തോന്നിയുള്ളൂ. അവർ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. കർത്താവിന്റെ സുവിശേഷം. എത്രയും സ്നേഹബഹുമാനമുള്ള വിനോദ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. നാം എല്ലാവരും ജീവിതത്തിൽ സന്തോഷങ്ങൾ തേടി പോകുന്നവരാണ്, സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഇവിടത്തെ സഹോദരി സർവശക്തൻ പിതാവായ ദൈവത്തിന്റെ കൃപ നീർത്തൊട്ടിയിലെ ചെറിയണമെന്ന് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്ന് നവജന്മം പ്രാപിക്കുന്നവർ ക്രിസ്തുവിൽ ദത്തുപുത്രരുടെ ഗണത്തിൽ എണ്ണപ്പെടുമാറാകട്ടെ. ജ്ഞാനസ്നാന ജലാശീർവാദം, ജ്ഞാനസ്നാന വ്രതനവീകരണവും. ഈ പെസഹ രാത്രിയിൽ ഈശോയുടെ ഉത്ഥാനം വഴി നമുക്ക് ലഭിക്കുന്ന പുതുജീവനെ അനുസ്മരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നേരിട്ടുള്ള ജ്ഞാനസ്നാന വ്രതം നവീകരിക്കുകയും ജ്ഞാനസ്നാന ജലം ആശീർവദിക്കുകയും ചെയ്യുന്നതാണ്. അതിന് മുന്നോടിയായി സകല വിശുദ്ധരുള്ള ലിത്തനി ഭക്തിപൂർവ്വം നമുക്കിപ്പോൾ ഏറ്റുപാടാം. പെസഹ ആയതുകൊണ്ട് ലിത്തനി പാടുമ്പോൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവ്വം ഇതിൽ പങ്കുചേരാം. ജ്ഞാനസ്നാന ജലാശീർവാദം. ജ്ഞാനസ്നാന ജലാശീർവാദ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ശുദ്ധീകരണത്തിന്റെ അടയാളമാണ് ജലം. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ജന്മപാപത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് കഴുകി ഒരു നവജന്മം നൽകുവാനാണ് ഈ ജലം ആശീർവദിക്കുന്നത്. നമ്മുടെ പാപത്തിൽ നകന്ന് ക്രിസ്തുവിന്റെ അനുയായികളാകാൻ ഈ ജലം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ജലാശീർവാദ കർമ്മത്തിൽ നമുക്ക് പങ്കുകൊള്ളാം. ദൈവമേ, അദൃശ്യ ശക്തിയാൽ ഭൂതാശയുടെ അടയാളങ്ങളിലൂടെ വിസ്മയ ഫലങ്ങളുമാക്കുകയും ജ്ഞാനസ്നാനത്തിന്റെ കൃപ വെളിപ്പെടുത്തി അങ്ങേ സൃഷ്ടിയ ജലത്തെ ബന്ധുവിധത്തിൽ സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ. ദൈവമേ, ലോകാരംഭം മുതൽ അങ്ങേ ആത്മാവ് ജലത്തിന് മേൽ വ്യാപരിച്ചിരുന്നു. അങ്ങേ വിശുദ്ധീകരണ ശക്തി ജലത്തിന്റെ സ്വഭാവത്തിൽ തന്നെ നിക്ഷിപ്തമാക്കിയല്ലോ. ദൈവമേ, ജലപ്രളയത്താൽ അങ്ങ് നവജന്മത്തിന്റെ ആദ്യരൂപം കാട്ടിത്തന്നു. അങ്ങനെ ജലത്തിലെ തന്നെ രഹസ്യം വഴി പാപത്തിന് അന്തവും പുണ്യത്തിന് ആരംഭവും കുറിച്ചു. ദൈവമേ, അബ്രഹാമിന്റെ സന്തതികളെ ചെങ്കടലിലൂടെ കാൽനനയാതെ മറുകര കടക്കുവാൻ അങ്ങിടയാക്കി. അങ്ങനെ ഫറവോയുടെ അടിമത്തിൽ നിന്ന് വിമുക്തരായ ജനത്തെ
ജ്ഞാനസ്നാനം സ്വീകരിച്ച ജനത്തിന്റെ പ്രതിരൂപമാക്കി. ദൈവമേ, അങ്ങേ പുത്രൻ യോർദാൻ നദിയിൽ വച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവാൽ അഭിഷേക്തനായി അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കവേ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് രക്തത്തോടൊപ്പം ജലവും ഒഴുകുവാൻ അങ്ങ് തിരുവുള്ളമായി. അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷം അവിടുത്തെ ശിഷ്യരോട് കൽപ്പിച്ചു, നിങ്ങൾ പോയി സർവ്വജനങ്ങളെ പഠിപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവേ. അങ്ങേ സഭയുടെ മുഖം കടാക്ഷിക്കുകയും അവർക്ക് ജ്ഞാനസ്നാന നീരുറവ ദയാപൂർവ്വം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. അങ്ങേ ജാതിയുടെ കൃപ പരിശുദ്ധാത്മ വഴി ഈ ജലം സ്വീകരിക്കട്ടെ. അങ്ങനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ജ്ഞാനസ്നാന കൂദാശ വഴി പഴയ സകല മാലിന്യങ്ങളിൽ നിന്നും കഴുകപ്പെടുകയും ചെയ്ത മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മനാലും ഒരു നവ ശിശുവായി രൂപാന്തരം പ്രാപിക്കുന്ന അർഹത നേടുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രൻ വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നീർത്തോട്ടിയുടെ നിറവിലേക്ക് ഇറങ്ങുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തു ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മനുഷ്യൻ അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടുത്തോട് ഒന്നിച്ച് ജീവനിലേക്ക് ഉദ്ധാനം ചെയ്യുമാറാകട്ടെ. വത്സല സഹോദരരെ, നാം ഒരിക്കൽ സ്വീകരിച്ച ജ്ഞാനസ്നാനം അനുസ്മരിക്കുവാനായി നമ്മുടെ മേൽ തളിക്കുവാൻ പോകുന്ന അവിടുത്തെ സൃഷ്ടിയായ ജലത്തെ ആശീർവദിക്കുന്നതിന് നമ്മുടെ കർത്താവായ ദൈവത്തോട് താഴ്മയോട് പ്രാർത്ഥിക്കാം. അവിടുന്ന് കാലപൂർവ്വം നമ്മെ നവീകരിക്കുമാറാകട്ടെ. അങ്ങനെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തരായി നാം നിലനിൽക്കട്ടെ. അല്പനിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിപാവനം ഈ രാത്രിയിൽ ജാഗ്രത അനുഷ്ഠിക്കുന്ന അങ്ങേ ജനത്തോട് കൂടെയായിരിക്കണമേ. വിസ്മയമായ സൃഷ്ടികർമ്മവും അതിലേറെ വിസ്മയമായ ഞങ്ങളുടെ പരിത്രാണവും അനുസ്മരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഈ ജലം ആശീർവദിക്കുവാൻ തിരുവുള്ളമാക്കണമേ. എന്തെന്നാൽ ഭൂമി ഫലപുഷ്ടമാക്കുവാനും ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും ശുദ്ധിയും നൽകുവാനും അങ്ങ് ജലം സൃഷ്ടിച്ചുവല്ലോ. അങ്ങേ കാലത്തിന്റെ ഉപകരണമായി അങ്ങ് ജലം സ്ഥാപിച്ചു. എന്തെന്നാൽ അങ്ങേ ജനത്തെ അടിമത്തിൽ മോചിതരാക്കുകയും മരുഭൂമിയിൽ അവരുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. അതുവഴി മാനവവംശമായി അങ്ങ് ചെയ്യാനിരുന്ന പുതിയ ഉടമ്പടി പ്രവാചകന്മാർ വിളംബരം ചെയ്തു. അവസാനം യോർദാനിൽ ക്രിസ്തു പവിത്രീകരിച്ച ഉടമ്പടി ഞങ്ങളുടെ മലിന പ്രകൃതി നവജന്മത്തിന്റെ സ്ഥാനത്തിൽ അങ്ങ് ശുദ്ധീകരിച്ചു. ആകയാൽ ഈ ജലം ഞങ്ങൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിന്റെ സ്മാരകമായി ഭവിക്കുവാനും പെസഹായിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരർക്ക് സന്തോഷം പങ്കുവയ്ക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ശക്തിയും ഉണർവും ഉയർത്തെഴുന്നേറ്റ യേശുവിൽ നവജീവൻ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ഉച്ചസ്വരത്തിൽ മറുപടി ഏറ്റുപറയുക.
സഹോദരി ക്രിസ്തുവിനെ ജീവിതത്തിൽ ചരിക്കുന്നതിന് ജ്ഞാനസ്നാനത്തിൽ അവിടത്തോടൊന്നിച്ച് നാം അടക്കപ്പെട്ടു. തപസാധനം സമാപിക്കാനാണ് പവിത്രമായ ജ്ഞാനസ്നാനത്തിന് വ്രതങ്ങൾ നമുക്ക് നവീകരിക്കാം. ജ്ഞാനസ്നാനം വഴിയാണല്ലോ ഒരിക്കൽ നാം പിശാചിനെയും അവന്റെ പ്രവർത്തനങ്ങളെ പാടെ ഉപേക്ഷിച്ചതും കത്തോലിക്ക തിരുസഭയെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ വാഗ്ദാനം ചെയ്തതും. ആകയാൽ നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിലെ ഭൂമിയുടെ സൃഷ്ടാവും സർവശക്തന്റെ പിതാവായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടെ ദൈവപുത്രനും പരിശുദ്ധ മറിയത്തിൽ ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യങ്ങളുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൽ ഉയർത്തിലും നിത്യ ജീവിതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുനർജന്മം നൽകിയവനും നമുക്ക് പാപമോചനം നൽകിയവനും സർവശക്തനുമായ ദൈവം തന്റെ കൃപാവരത്താൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മെ കാത്തു പാലിച്ച് നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സ്നേഹിതാവിനെ വിശ്വാസികളുടെ കുടുംബമായ തിരുസഭയെ നയിക്കുവാൻ അങ്ങ് തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ലോകം മുഴുവനുള്ള പത്രന്മാരെയും അങ്ങേ ആദ്യമായിട്ടുള്ള തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. വലിയ ഇടയനായി അങ്ങ് നടന്ന വഴിയെ ഈ വിശ്വാസികളുമായി അനുദിനം നടന്നു മുന്നേറുമ്പോൾ പ്രലോഭനങ്ങളിൽ ഇവർ കാലുകളിൽ വീഴാതിരിക്കുവാൻ തിരുവചന ദീപങ്ങളിൽ ചരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണവാനായ ദൈവമേ, കരുതലോടെ ഞങ്ങളുടെ രൂപതയിൽ നയിക്കാൻ അങ്ങ് തിരുവനന്തപുരത്തിൽ അനുഗ്രഹിച്ച വിൻസെന്റ് സാമുവൽ പിതാവിനെയും സഹമത്ര സെൽവരാജൻ മത്രാനെയും എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവ വികാരിയായ
ബിനുവർക്കി സച്ചിനെയും എല്ലാ സന്യസ്തരെയും അങ്ങേ ആണിപ്പാടുള്ള തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം കൃത്യതയോടെ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രത്തെയും ഭരണാധികാരികളെയും അങ്ങേ കൃപയാൽ സമ്പന്നമാക്കണമേ. നീതിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന നല്ല നേതാക്കളായി മാറാൻ അവരെ അനുഗ്രഹിക്കണമേ. രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഇച്ഛാശക്തി ഞങ്ങളുടെ നേതാക്കൾക്ക് നൽകണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണമേ. എന്തെന്നാൽ കാലത്തിലൂടെവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
സൗഖ്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ദിവസങ്ങളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അങ്ങനെ രഹസ്യം വഴി അങ്ങ് സമാരംഭിച്ചത് അങ്ങേ ശക്തിയാൽ ഞങ്ങൾക്ക് നിത്യ ഔഷധമായി തീരുമാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. മക്കളോട് ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട് അവിടുന്ന് മരിച്ചോട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പ്രസവ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ശാന്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിലെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. സർവജനാകുന്നു സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായിരിക്കും അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അത് ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങേ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു.
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവിടുത്തെ പ്രത്യാഗം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനമേഖലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെയും വലിയ കൃതജ്ഞ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ പ്രസാദികൾ ആഗ്രഹിച്ച വലിയ വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിലൂടെ ശരീരവും ഒരു ആത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങേക്കുള്ള നിധിമാരെ കാണിക്കെ തീർക്കുമാറാകട്ടെ. അങ്ങനെ തിരഞ്ഞെടുപ്പുള്ള അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശേഷ ദൈവമാതയോടും ഗ്രേസുകാമറിയത്തോടും ആകനികയുടെ ഭർത്താവായ ഭാഗ്യപടവസിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമേറിയ സാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥത സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, സർവ്വലോകത്തിലെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷൻ വിൽസൺ സമൻ മെത്രാനോടും സഹായ മെത്രാൻ സെൽവരാജൻ മെത്രാനോടും മെത്രാൻ പദവികളോടും വൈദികഗണത്തോടും അങ്ങയുടെ സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ പിൽദാനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ പുറകിൽ നിൽക്കുവാൻ അനുകൂലമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കന്യവാനായ പിതാവേ, എല്ലായിടത്തും ചെന്ന് കിടക്കുന്ന അങ്ങേല്ലാ മക്കളെയും അങ്ങേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ സഹോദരിയെയും അങ്ങേ പ്രീതിപ്പെടുത്തി ജീവിതത്തിൽ കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മക്കൾക്ക് നിത്യമായ സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ പരിശുദ്ധാത്മാവിന്റെ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശാനുഭവകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം.
സമർപ്പിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാണ് ഈ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവചനമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
കൗൺസിൽ അംഗങ്ങൾക്കും ഇടവക അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ഞായറാഴ്ച ദിവ്യബലി രാവിലെ 6 മണിക്കായിരിക്കും. ദിവ്യബലിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധ കൊച്ചുത്രേസ്യ BCS യൂണിറ്റിലെ അംഗങ്ങളായിരിക്കും. തിങ്കളാഴ്ച മുതൽ രാവിലെ 8 മണിക്ക് ദിവ്യബലിയോടുകൂടി BFF ആരംഭിക്കുന്നതായിരിക്കും. ആയതിനാൽ എല്ലാ കുട്ടികളും അധ്യാപകരും രാവിലെ തന്നെ BFFന് വരേണ്ടതാണ്. കുട്ടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണ ക്രമീകരണങ്ങൾ നോട്ടീസ് വഴി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധവാര പ്രവർത്തനങ്ങളിൽ പുതിയ ആൾക്കാരെ ക്രമീകരിച്ച KLC അംഗങ്ങൾക്കും ഉയർപ്പിന്റെ ക്രമീകരണങ്ങൾ ചെയ്ത KCM അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി വയ്ക്കുവാൻ നേതൃത്വം നൽകിയ KLC അംഗങ്ങൾക്കും കൺവീനർ സജി കുമാറിനും പ്രത്യേകം നന്ദി പറയുന്നു. കുർബാനയ്ക്ക് ശേഷം KCM അംഗങ്ങൾ ഈസ്റ്റർ മുട്ട തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതെല്ലാവരും വാങ്ങി ഭക്ഷിക്കേണ്ടതാണ്. പുതുക്കിപ്പണിത സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം 29-ാം തീയതി ചൊവ്വാഴ്ച 4 മണിക്ക് നടത്തപ്പെടുന്നുണ്ട്. ആയതിനാൽ നമ്മുടെ ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളും, അതായത് നമ്മുടെ സ്കൂളിൽ പുതിയൊരു കെട്ടിടം പണിത് നിങ്ങളത് കണ്ടായിരിക്കും. അഭിമന്യ പിതാവാണ് 29-ാം തീയതി ചൊവ്വാഴ്ച വന്ന് ആശീർവാദം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളും ആ ഒരു തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് 4 മണിക്കാണ് നടത്തപ്പെടുന്നത്. ആ ഒരു തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലോട്ട് നല്ല രീതിയിൽ ചെയ്ത ദീപു, അനൂപ്, സനൂപ് JB, അലൻ, ആർജിത്, അഭിൻ, ജിജിൻ, സ്നേഹ, ആനി, അർച്ചന, അനു, ആര്യ, റിയ എന്നിവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നല്ലൊരു കൈയ്യോട് പ്ലോട്ട് ചെയ്യുവാൻ കുരിശിൽ പെയിന്റ് ചെയ്ത് നൽകിയ ബിനു പള്ളിവേട്ടയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. കുരുത്തോല കെട്ടാനായിട്ട് സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കല്ലറ നിർമ്മിക്കുവാനായിട്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. KCM പൊതുച്ചോറ് വിതരണം വരുന്ന ഞായറാഴ്ച 27-ാം തീയതി നടത്തുന്നതാണ്. അതിലേക്ക് എല്ലാവരും സഹകരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചുമപ്പ് ബക്കറ്റിൽ നമ്മൾ സൂക്ഷിക്കുന്ന തീർത്ഥജലം ആരും എടുത്തുകൊണ്ട് വീടുകളിലേക്ക് പോകരുത്. അത് നമ്മുടെ ദേവാലയത്തിൽ 1 വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും. വലിയ ബക്കറ്റിലുള്ള തീർത്ഥവെള്ളം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇത് നമ്മളിവിടെ സൂക്ഷിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് ആരും തീർത്ഥവെള്ളം എടുത്തുകൊണ്ട് പോകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈസ്റ്റർ മുട്ട സ്പോൺസർ നൽകിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ആഴ്ചയുള്ള നമ്മുടെ ദിവ്യബലി രാവിലെ 8 മണിക്ക് വചനബോധനത്തിലെ നേതൃത്വത്തിൽ BFF നടത്തപ്പെടുന്നു. ആയതിനാൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്കായിരിക്കും നമ്മുടെ ദേവാലയത്തിലെ ദിവ്യബലി. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, വിശുദ്ധവാര ദിനങ്ങളിൽ കച്ച സ്പോൺസർ ചെയ്ത കപ്പിയാറിനും കുടുംബത്തിനും അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പെസകാത്തിരി സ്പോൺസർ ചെയ്ത ബാബു കുടുംബം അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. മുണ്ട് സ്പോൺസർ ചെയ്ത കുട്ടപ്പൻ കുടുംബം, സോമൻ കുടുംബം, രജീഷ് കുടുംബം എന്നിവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ബ്രെഡ് സ്പോൺസർ ചെയ്ത ദേവൻകോട് ഷാജിക്കും കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. ഇത് ഞാൻ ദേവാലയത്തിൽ അതോടൊപ്പം ഈ വിശുദ്ധവാര ദിനം അർത്ഥപൂർണ്ണമാക്കുവാനായിട്ട് പരിശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എല്ലാവർക്കും ഉയർപ്പിന്റെ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. കുട്ടികളുടെ BFF വരുന്ന ആഴ്ച നടക്കുവാനായിട്ട് പോകുന്നു. അതിലേക്ക് എല്ലാവരും, മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും പൂർണ്ണമായിട്ട് സഹകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങയെ സ്നേഹത്തിന്റെ ചൈതന്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങനെ പെസഹ രഹസ്യങ്ങൾ പരിപോഷിതരായവരെ അങ്ങേ കാരണത്താൽ ഏകമാനസരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവം ഈ പെസഹ മഹോത്സവ ദിനത്തെ നമ്മുടെ കാരുണ്യത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിന്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്റെ ഏകസുതനുദ്ധാനത്താൽ നിത്യ ജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം അമർത്യരുടെ സമ്മാനങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. കർത്താവിന്റെ പീഡാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹ മഹോത്സവത്തിന്റെ സന്തോഷം ആഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യ ആനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദഭരിതരായി എത്തിച്ചേരുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.